നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു. കൽപ്പറ്റയിൽ 16-കാരന് ക്രൂരമർദ്ദനം, കാലുപിടിച്ചിട്ടും അണിനിർത്തിയില്ല. ഒരു നയാ പൈസ പോലും പാർട്ടിയെ വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കില്ല MV ഗോവിന്ദൻ. പോറ്റിയെ കയറ്റിയത് UDF എന്ന് വ്യക്തമായി. CPM SITക്ക് നൽകുന്ന പിന്തുണ തുടരും MV ഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 4000 കോടിയിലധികം രൂപയുടെ കിഫ്ബി നിക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നേട്ടങ്ങളുടെ പട്ടികയിൽ തിളങ്ങിയ മലയാളികൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ. പൊതുപ്രവർത്തന രംഗത്തെ അതുല്യ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. പുരസ്കാര വാർത്തയിൽ സന്തോഷമെന്ന് മകൻ അരുൺ VS പ്രതികരിച്ചു. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹമായി. സിനിമാ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. നടൻ ധർമ്മേന്ദ്രയെയും JMM സ്ഥാപക ഷിബു സോറനെയും മരണാനന്തരം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ജസ്റ്റിസ് KT തോമസും എഴുത്തുകാരനും മാധ്യമപ്രവർത്തനവുമായ P നാരായണനും പത്മവിഭൂഷന് അർഹരായി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 131 പേരാണ് പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. 5 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചു. പുരസ്കാര ജേതാക്കളിൽ 13 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. പുരസ്കാരം ലഭിച്ചവരിൽ 19 പേരാണ് സ്ത്രീകളാണ്. 6 പേർ വിദേശീയരാണ്. 16 പേർക്ക് മരണാനന്തര ബഹുമതിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JS ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ബ്രഹ്മയുഗം സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് സമ്മാനിച്ചു. മലയാള സിനിമയിലേക്ക് ആദ്യമായി മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കൊണ്ടുവന്നത് ശാരദയാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. തുലാഭാരം, സ്വയംവരം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളത്തെ സ്വന്തം ജന്മദേശം പോലെ നെഞ്ചിലേറ്റിയ ശാരദയെ ആദരിക്കുന്നത് മലയാള സിനിമയുടെ സമ്പന്നമായ ചരിത്രത്തെ ആദരിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രഹ്മയുഗം എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടിയെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നതിനുള്ള സന്തോഷം അദ്ദേഹം വേദിയിൽ പങ്കുവച്ചു. 4.5 പതിറ്റാണ്ടുകളായി 420ഓളം സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹം ഓരോ ചിത്രത്തിലും പുതിയ ഭാവപ്പകർച്ചകൾ കൊണ്ടുവരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷംല ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ടൊവിനോ തോമസ്, ആസിഫ് അലി, വേഡൻ, ജോമോൾ, ലോസ്, ജ്യോതിർമി, സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, ചിദംബരം, ഫാസിൽ മുഹമ്മദ്, സുഷിൻ ശ്യാം, സമീറ സനീഷ്, സൈനോര ഫിലിപ്പ് തുടങ്ങി 51 ചലച്ചിത്ര പ്രതിഭകൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി, മേയർ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രക്തസാക്ഷി ഫണ്ടിൽ ഒരു നയാ പൈസ പോലും വഞ്ചിക്കാനോ പതിക്കാനോ അനുവദിക്കുന്ന പ്രശ്നം ഇല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്നും ഉയർന്നുവന്ന ആരോപണം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പരിഹരിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തുടർന്നും പാർട്ടി ഇടപെടേണ്ട വിഷയമുണ്ടെങ്കിൽ ഇടപെടുമെന്നും ഒരു ക്രമക്കേടിനും പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്ക് 350ലധികം വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ് കോടാനുകോടി രൂപ സ്വരൂപിച്ചവർ എവിടെ പോയി എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ക്രൈമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞികൃഷ്ണനോട് ചോദിക്കണം. പാർട്ടിക്കകത്ത് ഉയർന്നുവന്ന മുഴുവൻ കാര്യവും ഗൗരവത്തോടെ പരിഹരിച്ചിട്ടുണ്ട്. CPM ഇന്ത്യയിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും പ്രധാന ഇടതുപക്ഷ പാർട്ടിയാണ്. വർഗ രീതിയിലുള്ള ഒരു പരാമർശവും പാർട്ടിയുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലെന്നും ഉണ്ടാകുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. പൂക്കളെപ്പോലെ സുന്ദരമാണ് മെഹന്തിയിട്ട കൈകളും. പൂക്കളെപ്പോലെ തന്നെ സുന്ദരമായിരുന്നു മെഹന്തിയിട്ട കൈകളും. കണ്ണൂർ പുഷ്പോത്സവ നഗരിയിൽ ഉത്തരേന്ത്യയിലെ ഹെന്ന
ടാറ്റു എന്നറിയപ്പെടുന്ന മെഹന്തി ഫെസ്റ്റ് കാണാനും ആസ്വദിക്കാനും അതിഥി സംസ്ഥാന കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. ഞായറാഴ്ച പുഷ്പോത്സവം കാണാൻ എത്തിയവരുടെ തിരക്ക് വിവരണാതീതമാണ്. സ്വാഗത ബൊക്കെ നിർമ്മാണം, വൺ ലീഫ് വൺ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്നീ മത്സരങ്ങളോടെയാണ് ഞായറാഴ്ച പുഷ്പോത്സവ നഗരി ഉണർന്നത്. ഉച്ചകഴിഞ്ഞ് നടന്ന മെഹന്തി ഫെസ്റ്റ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ റീന ഉദ്ഘാടനം ചെയ്തു. പി കെ പ്രേമരാജൻ അധ്യക്ഷനായി. ടി വേണുഗോപാൽ സ്വാഗതവും ലക്ഷ്മി പത്തേരി നന്ദിയും പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വെജിറ്റബിൾ കാർവിംഗ് മത്സരം നടക്കും. 2 മുതൽ ഭിന്നശേഷി വിഭാഗത്തിൽ പെട്ടവരുടെ സ്നേഹസംഗമം IRPC ചെയർമാൻ M പ്രകാശൻ ഉദ്ഘാടനം ചെയ്യും. 5 മണിക്ക് കരോക്കെ ഗാനമേള, 7 കൊറ്റാളി ബാബചാരുത കലാക്ഷേത്രത്തിൻ്റെ ദേവനടനവും അരങ്ങേറും. ചൊവ്വാഴ്ച രാവിലെ 10 കാർഷിക സെമിനാറും കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ റെസിഡൻസ് അസോസിയേഷനെ ആദരിക്കുകയും ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തൻ ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു കെ മാത്യു വിഷയ അവതരണം നടത്തും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ കാവത്തുപുഴക്ക് റാഗി ഹൽവ എന്നിവയിൽ പാചക മത്സരം നടക്കും. വൈകിട്ട് 5 ബഡ്സ് സ്കൂൾ കലാമേള കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ ഉദ്ഘാടനം ചെയ്യും. 7 മുതൽ നീലാംബരി കന്നാടപ്പുറമിൻ്റെ കൈകൊട്ടിക്കളിയും 7:30 സ്വരലയ മയിലിൻ്റെ കരോക്കെ ഗാനമേളയും അരങ്ങേറും. ഫ്ലവർ ഷോൻ്റെ ജോയിൻറ്റ് കൺവീനറാണ്. ഇന്ന് നടന്ന മത്സരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പുഷ്പാലങ്കാര മത്സരം മുതിർന്നവർക്ക് ഇന്ന് 2 തരം മത്സരം ഉണ്ടായിരുന്നത്. ഒന്ന് ബൊക്കെ നിർമ്മാണം, 2 പുഷ്പാലങ്കാരം മെഴുകുതിരി ഉപയോഗിച്ചു ഒരു പുഷ്പാലങ്കാരത്തിൻ്റെ മെഴുകുതിരി ആഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പുഷ്പാലങ്കാര മത്സരമായിരുന്നു. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കോമ്പറ്റീഷൻ എല്ലാം കൂടി 16 പേര് പങ്കെടുത്തിരുന്നു. നല്ല മത്സരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജഡ്ജസ് ഒന്നും പോയി. ഇന്ന് ഉച്ചക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കോമ്പറ്റീഷനാണ് ഫേസ് പെയിൻറ്റിങ്, മുഖം പെയിൻറ്റ് ചെയ്യുന്ന. അത് പല സ്ഥലത്തും യുവജനോത്സവങ്ങൾക്കും സ്കൂൾ യുവജനോത്സവം, യൂണിവേഴ്സിറ്റി എല്ലാത്തിലും ഗംഭീരമായിട്ട് നടക്കുന്നൊരു മത്സരമാണ്. നല്ല ആർട്ടിസ്റ്റുകൾ അതിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അറിയില്ല എത്ര പേര് വരും എന്താണെന്നുള്ളത്. ഇന്ന് 3 മണിക്കാണ് അത് വെച്ചിട്ടുള്ളത്. അത് 3-4 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അറിയില്ല. ഒരാൾ മുഖം കാണിച്ചു കൊടുക്കുകയും മറ്റൊരാൾ പെയിൻറ്റ് ചെയ്യുകയാണ് അതിന് വേണ്ടത്. പിന്നെ ഉള്ളത് നാളെ ഇപ്പം 2 ദിവസം അവധിയാണ് വരുന്നത്. ഞായറാഴ്ചയും തിങ്കളാഴ്ച ഹോളിഡേ ആണ്. അപ്പോൾ നാളെ അവധി ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പുഷ്പാലങ്കാര മത്സരം നാളെ രാവിലെയാണ് വെച്ചിട്ടുള്ളത്. അതിലും കുട്ടികൾക്ക് 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ബൊക്കെ നിർമ്മാണവും പിന്നൊന്ന് സിംഗിൾ ഫ്ലവർ സിംഗിൾ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ. അത് കുട്ടികൾക്ക് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള മത്സരമാണ്. പിന്നെ ഒന്നുള്ളത് നാളെ ഞായറാഴ്ചത്തേക്ക് പ്രത്യേകം നമ്മൾ മാറ്റി വയ്ക്കുന്നൊരു മത്സരമാണ്. ഞായറാഴ്ച മാത്രം കുട്ടികളെ കിട്ടുന്നൊരു ഇതാണ് മെഹന്തി ഫെസ്റ്റ്. മൈലാഞ്ചിടലിന് ഒരാൾ കൈ കാണിക്കുകയും മറ്റേ അങ്ങനെ 2 പേര് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു മത്സരമാണ്. അതിന് സാധാരണ നമുക്ക് 20 മേലെ പാർട്ടിസിപ്പൻസ് ഉണ്ടാകാറുണ്ട്. അത് ഞായറാഴ്ച ആയതുകൊണ്ട് അത് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നല്ല ഒരു മത്സരം നടക്കുന്നതാണ്. പിന്നെ തിങ്കളാഴ്ച വെജിറ്റബിൾ കാർവിംഗ് ആണ്. മുതിർന്നവർക്കുള്ള വെജിറ്റബിൾ കാർവിംഗ്. അത് കഴിഞ്ഞ കൊല്ലം നമ്മളൊരു ക്ലാസ്സെല്ലാം നടത്തിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അതിന് പാർട്ടിസിപ്പൻസ് ഉണ്ടാകാറുണ്ട്. വീട്ടമ്മമാരാണ് കൂടുതൽ അതിനെല്ലാം വരിക. ഇത്രയാണ് മത്സരത്തെ പറ്റി 2 ദിവസത്തെ ഹോളിഡേ കണക്കാക്കി നമ്മൾ വെച്ചിട്ടുള്ളത്. കണ്ണൂർ എഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുഷ്പോത്സവത്തോടനുബന്ധിച്ച് ഈ വർഷം കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു മുൻ വർഷങ്ങളിലുള്ളൊരു പരിചയം വെച്ചിട്ട് അനുഭവ സമ്പത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ കിട്ടിയ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പാചക രംഗത്ത്. അപ്പോൾ പാചക മത്സരത്തിന് വരുന്ന ഐറ്റംസിൽ പലതും
ഇപ്പം പിന്നെ പുഡിങ് മറ്റേ പല ഐറ്റംസിലും ഷോപ്പിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ, ഇത് അച്ചാർ അങ്ങനെയുള്ള പലതും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ച് ഇപ്രാവശ്യം മുതൽ അത് ഇതിനൊരു മാറ്റം വരുവാണെന്ന രീതിയിലും പിന്നീട് കൂടുതൽ നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന വിഭവങ്ങൾ പിന്നെ നമ്മളെ മില്ലറ്റിനെ പ്രോത്സാഹിപ്പിക്കുവാന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ റാഗിയട, കൂൺ കട്ലറ്റ്, പപ്പായ ഉപ്പേരി, അങ്ങനെ അതുപോലെ പിന്നെ ഒക്കെ റാഗി ഹൽവ, അതുപോലെ പല പുതിയ ഐറ്റംസ് നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാതെ, അതിൻ്റെ കാച്ചിലിൻ്റെ കൊഴുക്ക്, അങ്ങനെ പുതുതായിട്ട് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ഥിരമുള്ള പലതും കുറച്ചിട്ട് അതിന് പകരം മനുഷ്യന് അത്യാവശ്യമായതും ആരോഗ്യപരമായ ഗുണങ്ങളുള്ളതുമായ സാധനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ മത്സരങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ചുകൂടി അത് കാര്യക്ഷമമായിട്ടും ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ സ്റ്റോൾ തന്നെ വലിയ മരങ്ങളായിരുന്നു, അതായത് ഫലവൃക്ഷങ്ങളായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിയിട്ട് ഇത് മുഴുവൻ ചുറ്റിയിട്ട് വേണം അപ്പുറം പോകാൻ. പക്ഷേ അത് മാറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് ഫലവൃക്ഷങ്ങളും എല്ലാം വെച്ച് കൊണ്ട് അത് ആൾക്കാർക്ക് വളരെ സൗകര്യമായി. പിന്നെ ഈ മത്സരങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചതുകൊണ്ട് ഇതിനകത്ത് വലിയൊരു റഷ് ഓഫീസിലേക്ക് വന്നില്ല. അതെല്ലാ കാര്യങ്ങളും അപ്പുറത്തേക്ക്. പിന്നെ നമ്മൾ കുറേ മത്സരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഫേസ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് വെക്കുന്നത്, മുഖത്തെഴുത്ത്. അപ്പോൾ അത് ഇപ്രാവശ്യം ആദ്യമായിട്ട് വെക്കുന്നത്. അതിന് ആളുകളുണ്ട്, എല്ലാ മത്സരത്തിനും ആളുകളുണ്ട്. പൊതുവെ ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. മോശം വാക്ക് വിളിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് കൂട്ടുകാരുടെ മർദ്ദനം. കൽപ്പറ്റ മെസ് ഹൗസ് റോഡിലെ 16 വയസ്സുകാരനാണ് മർദ്ദനമേറ്റത്. 17 വയസ്സുകാരായ 2 പേർ ചേർന്നാണ് മർദ്ദിച്ചത്. മർദ്ദനം നടക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി അടിച്ചത് മതിയെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും മറ്റു 2 പേരും കേട്ടില്ല. ശരീരത്തിന്റെ പല ഭാഗത്തും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. മർദ്ദനത്തിന് ശേഷം 16 വയസ്സുകാരനെ കൊണ്ട് കാല് പിടിപ്പിച്ച് മാപ്പ് പറയുകയും ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം. മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവരങ്ങൾ പുറത്തറിഞ്ഞത്. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കൽപ്പറ്റ പോലീസ് മർദ്ദനമേറ്റ കുട്ടിയെ രക്ഷിതാക്കളുടെ വിളിച്ചു വരുത്തി. എന്നാൽ മർദ്ദനമേറ്റ കാര്യം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പോലീസ് വിളിച്ചപ്പോഴാണ് രക്ഷിതാക്കളും മറ്റും കാര്യം അറിഞ്ഞത്. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. മർദ്ദിച്ച ഒരു കുട്ടിയെ കസ്റ്റഡിക്കും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 4000 കോടിയിലധികം രൂപയുടെ കിഫ്ബി നിക്ഷേപമുണ്ടായതായി മന്ത്രി ശിവൻകുട്ടി. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സർക്കാർ നയം നടപ്പിലാക്കുന്നതിൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യ വികസനം നിർണ്ണയിക്കുകയാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കിഫ്ബി വഴിയുള്ള വൻ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത്. കിഫ്ബി ധനസഹായത്തോടെ സംസ്ഥാനത്തെ 973 വിദ്യാലയങ്ങളിലാണ് അത്യാധുനിക രീതിയിലുള്ള ഭൗതിക സൗകര്യ വികസനം വിഭാവനം ചെയ്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഫിഷറീസ് വകുപ്പ് കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷൻ വഴി 53 വിദ്യാലയങ്ങളിലും കിഫ്ബി സഹായത്തോടെ കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് ഏകദേശം 3000 കോടി രൂപ, ഹൈടെക് ക്ലാസ് മുറികൾക്ക് 1000 കോടി രൂപ എന്നിവ ഉൾപ്പെടെ കിഫ്ബി വഴി മാത്രം 4000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാധ്യമായത്. 973 വിദ്യാലയങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. 141 വിദ്യാലയങ്ങളിൽ 5 കോടി രൂപ വകയിരുത്തി. 386 വിദ്യാലയങ്ങളിൽ 4 കോടിയോളം രൂപയും 446 വിദ്യാലയങ്ങളിൽ 1 കോടിയിലധികം രൂപയും വകയിരുത്തി. കിഫ്ബിക്ക് പുറമെ പ്ലാൻ ഫണ്ട്, നബാർഡ് ഫണ്ട്, ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് എന്നിവയെല്ലാം സംയോജിച്ച് വൻ വികസനമാണ് സാധ്യമാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ അവർ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശനും BJPയും ഇപ്പോൾ SITക്കെതിരെ പറയുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്ക് നേരെ തെളിവുകൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളും മിണ്ടാതായി. ശബരിമലയിൽ സ്വർണം നഷ്ടപ്പെടരുത്, കുറ്റവാളി ആരായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം, ആരെയും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് SIT രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ CPM പറഞ്ഞത്. അതേ നിലപാടിൽ തന്നെയാണ് ഈ പാർട്ടി ഇപ്പോഴും ഉള്ളത്. അവസരവാദപരമായ നിലപാട് CPM സ്വീകരിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും LDF നേരെ വലിയ നുണപ്രചാരണം നടത്തി. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തരുത് എന്നായിരുന്നു അവരുടെ നിലപാട്. കേസിലെ മുഖ്യ പ്രതികളൊരാളും വിറ്റ കളവ് മുതൽ വാങ്ങിയയാളും സോണിയാഗാന്ധിയെ കാണാൻ എന്തിനു പോയി എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ച
അത് തെറ്റായി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമായാണ് കാണുന്നത്. പോറ്റിയെ കയറ്റിയതുമായി ബന്ധപ്പെട്ട ഈരടികൾ പാടിയാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധം നടത്തിയത്. എന്നാൽ പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDF ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ആണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. നിയമസഭയിലെ ഒളിച്ചോട്ടത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ്. പാർലമെന്റിലെ മെന്ററി വ്യവസ്ഥ അനുസരിച്ച് അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രശ്നമുണ്ടാക്കി. കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകളും ചർച്ചയാകുമെന്ന് വ്യക്തമായതോടെ അവർ സഭയിൽ നിന്ന് ഒളിച്ചോടി. അടിയന്തര പ്രമേയം നൽകിയാൽ പ്രതിക്കൂട്ടിലാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ SITയുടെ അന്വേഷണ വ്യാപ്തി കൂടി. അതുകൊണ്ട് തന്നെ 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇനിയും അന്വേഷണം പൂർത്തിയായിട്ടില്ല. പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അന്വേഷണത്തിന് സമയം നീട്ടിക്കൊടുക്കുന്നതും ഹൈക്കോടതിയാണ്. ഹൈക്കോടതി SITയോട് വിശദമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. 20 കൊല്ലത്തെ വിവരങ്ങൾ SIT അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് SIT തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് VD സതീശൻ പറയുന്നത് MV ഗോവിന്ദൻ വ്യക്തമാക്കി. അനുമോദനവും ഒപ്പക്കുളിര സദസ്സും സംഘടിപ്പിച്ചു. മലയാള പരിപോഷണ വേദിയുടെയും APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും റിപ്പബ്ലിക് സദസ്സും സംഘടിപ്പിച്ചു. കലാഭവൻ മണി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ ജിനു ആയിച്ചങ്കണ്ടിയെ അനുമോദിച്ചു. TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. APG ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മലയാള ഭാഷ പരിപോഷണ വേദി ചെയർമാൻ രവി നമ്പ്രം അധ്യക്ഷനായി. കണ്ണൂർ സ്പിന്നിംഗ് മില്ലിൽ നിന്ന് വിരമിക്കുന്ന EK സിറാജിനെ ചടങ്ങിൽ ആദരിച്ചു. സത്യൻ എടക്കാട്, സുരേഷ് ചാലാട്, TV ഹമീദ്, D പ്രസീത, PK രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജിനു ആയിച്ചങ്കണ്ടി, EK സിറാജ് എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. മലയാള ഭാഷ പരിപോഷണ വേദി ജോൺ കൺവീനർ V രാജൻ സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി അംഗം KV തമ്പാൻ നന്ദിയും പറഞ്ഞു. കലോത്സവ വിജയികൾക്ക് അനുമോദനവും വോട്ട് കോർണർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനവും നാളെ. കൂടാളി കൾച്ചർ സെൻട്രൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കലോത്സവ വിജയികൾക്കുള്ള അനുമോദനവും വോട്ട് കോർണർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കും. രാവിലെ 9:30 കൂടാളി മുച്ചിലോട്ട് കാവിന് സമീപം KV സുമയുടെ വീട്ടിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ ഉദ്ഘാടനം ചെയ്യും. മുൻ വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ അധ്യക്ഷനാകും. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ദിവിൻ, മുൻ മെമ്പർ KP ജലജ, ലൈബ്രറി ഭാരവാഹികളായ PK ബൈജു, KP സുനിൽകുമാർ എന്നിവർ സംസാരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാരചനയിൽ A ഗ്രേഡ് നേടിയ കൂടാളി ഹൈസ്കൂളിലെ അൻവിത സുധീർ, C ശിവാനി എന്നിവരെ അനുമോദിക്കും. റിപ്പബ്ലിക് ദിന സദസ്സും നടക്കും. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.